സിറ്റുവേഷൻഷിപ്പ് ആരാധകർക്ക് ഞാനിപ്പോ പറയാൻ പോകുന്ന കാര്യം അത്ര നന്നായിട്ട് കണക്ട് ആകാൻ പറ്റി എന്ന് വരത്തില്ല. ക്ലാരിറ്റി ഇല്ലാത്ത റിലേഷൻഷിപ്പ് എന്താണ് എന്ന് ചോദിക്കുന്ന എന്നെപ്പോലുള്ള ചില പച്ച മനുഷ്യർക്ക് മാത്രം മനസ്സിലാവും. വളരെ ആത്മാർത്ഥമായ ഒരു ബന്ധത്തെ പറ്റിയാണ് പറയാൻ പോകുന്നത്. അൻസിബയും ഋഷിയും രണ്ടുപേരും സ്ക്രീൻ സ്പേസിന് വേണ്ടി കളിച്ചവരല്ല, ഫുട്ടേജിന് വേണ്ടി കളിച്ചവരല്ല. അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. വീഡിയോ അവസാനം വരെ കാണുക. രണ്ടുപേരും ആത്മാർത്ഥമായിട്ട് അവരോട് തന്നെ ട്രൂ ആയിട്ട് കളിച്ചു. അതാദ്യം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ക്യാമറ അറ്റൻഷൻ കിട്ടാൻ വേണ്ടി എന്ത് തോന്നിയാസവും വിളിച്ചു പറഞ്ഞ ആളുകളെ ഹേർട്ട് ചെയ്ത് പ്രേക്ഷകരെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തിട്ടില്ല ഒരിക്കലും. ഋഷി വാക്കുകൾ കൺട്രോൾ ചെയ്യുന്നതിൽ ഇത്തിരി പിന്നിലായിരുന്നു, അത് സമ്മതിച്ചു. പക്ഷെ അൻസിബ അത്രയും കൺട്രോൾഡ് ആയിട്ട് ഡീസന്റ് ആയിട്ട് കളിച്ചൊരു മത്സരാർത്ഥിയാണ്. വാക്കുകളെ റെഗുലേറ്റ് ചെയ്ത് അഭിപ്രായ പ്രകടനങ്ങൾ നടത്തിയ ഒരു മത്സരാർത്ഥിയാണ്. അങ്ങനെ ഒരാള് 100 ദിവസവും ബിഗ് ബോസിൽ നിൽക്കാൻ ഡിസേർവിംഗ് അല്ല എന്ന് പറയുന്നത് സമൂഹത്തിന് കൊടുക്കുന്ന വളരെ തെറ്റായിട്ടുള്ള ഒരു മെസ്സേജ് ആണ്. അൻസിബയെ പോലുള്ള ഒരുപാട് പേരുണ്ട് പുറത്ത്. അല്ലാതെ ജാസ്മിനെ പോലുള്ള ഉഡായ്പകൾ മാത്രമാണോ ഈ ലോകത്ത്? അങ്ങനെയുള്ള ഉഡായ്പകൾ മാത്രമാണ് ഈ ലോകമെങ്കിൽ എന്നേ മുടിഞ്ഞു പോയനെ ഈ ലോകം. അൻസിബ ആ വീട്ടിൽ ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട വ്യക്തിയാണ് ഋഷി. ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്ത വ്യക്തിയാണ്. അയ്യനാണെന്നാണ് പറഞ്ഞത്. അപ്പം അൻസിബ പുറത്താവുമ്പോൾ തീർച്ചയായിട്ടും ഋഷിയുടെ ചങ്ക് പൊട്ടും. അത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഋഷിയെ സംബന്ധിച്ചോളം അത് ഋഷിയുടെ ചേച്ചിയമ്മയാണ്. ആ ഒരു അഫെക്ഷനാണ് അൻസിബ ഋഷിക്ക് കൊടുത്തോണ്ടിരുന്നത്. മനോഹരമായ ഒരു റിലേഷൻഷിപ്പിനാണ് ഇന്ന് തിരശ്ശീല വീഴാൻ പോകുന്നതെന്നാണ് ഒരു പ്രോമോ വ്യക്തമാക്കുന്നത്. ശരിക്കും ഇമോഷണൽ ആയ ഒരു എപ്പിസോഡ് ആവുമെന്നാണ് എനിക്ക് പ്രോമോ കണ്ടപ്പോൾ തോന്നിയത്. ശരിക്കും കരഞ്ഞുപോയി. അൻസിബ ഋഷിയെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കുന്നുണ്ട്. അത് കണ്ടപ്പോൾ സത്യമായിട്ടും വിഷമം തോന്നി. അൻസിബയേക്കാൾ പോവാൻ ഡിസേർവിംഗ് ആയിട്ടുള്ള ഒരുപാട് പേര് അവിടെ ഉണ്ട്. അപ്പോഴാണ് അൻസിബ പുറത്തേക്ക് പോകുന്നത്. ശരിക്കും അൺഫെയർ എവിക്ഷൻ തന്നെയാണ് ഇത്. ഇതിൽ കൂടുതൽ ഞാൻ വേറെന്ത് പറയാനാണ്. അൺഫെയർ എവിക്ഷൻ.